ആളുടെ മരണശേഷം ഒരു 2.5 മാസം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു കേട്ടോ. അപ്പം ഞാനും കുട്ടികളും പോയി സ്റ്റേഷനിൽ പോയി നമുക്കറിയണ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടുത്തെ SIയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു കേട്ടോ. സാറും ഇതേപോലെ തന്നെ പറഞ്ഞു ആളുടെ. അപ്പം നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ. ഹിമ മനോഹർ തന്റെ എക്സ് ഹസ്ബൻഡിന്റെ മരണത്തിൽ ദുരൂഹതയും ആയിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ള. ഹിമ എന്ന് പറയുന്ന ഈ പെൺകുട്ടി നിങ്ങൾക്ക് ചിലപ്പോൾ അത്യാവശ്യം കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. യൂട്യൂബറാണ്, ഫാമിലി വ്ളോഗറാണ്. കൊച്ചു കൊച്ചു വീട്ടിലെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് വീഡിയോസ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ്. ഓക്കെ, ഞാൻ പ്രത്യേകിച്ച് ഫാമിലിയിൽ നടക്കുന്ന ഇഷ്യൂസ് വന്നിട്ട് പബ്ലിക്കിന്റെ അടുത്ത് സംസാരിക്കുന്ന യോജിപ്പില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഹിമ ഈ ലാസ്റ്റ് പറയുന്ന കേസിലോട്ട് വരുന്ന സമയത്ത് ഇവരുടെ എക്സ് ഹസ്ബൻഡിന്റെ ആ മരണത്തിൽ ദുരൂഹത നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ആ മക്കൾക്ക് കൂടി കിട്ടേണ്ട കാര്യങ്ങൾ ആരൊക്കെയോ ഒറ്റയ്ക്കെടുത്ത് വിഴുങ്ങിയ ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ അന്വേഷിച്ച് കണ്ടെത്തിയ ആ മക്കൾക്ക് തന്നെ കിട്ടേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന എക്സ് ഹസ്ബൻഡായിട്ടുള്ള വ്യക്തി തന്റെ വീടും കാര്യങ്ങളൊക്കെ വിറ്റ് ആ പൈസ എവിടെയോ ഏതോ ഒരു പാർട്ട്ണർഷിപ്പിന് ഏതോ ഫർണിച്ചർ കടയെ കൊണ്ടിട്ടെന്നും ആ ഫർണിച്ചർ കട ഏതെന്ന് അറിഞ്ഞുകൂടാ അത് വെള്ളത്തിലായി 7 ലക്ഷം രൂപ ചികിത്സിച്ച ആളിന് കൊടുത്തെന്ന്. ചികിത്സിച്ച ആളിനൊക്കെ 7 ലക്ഷം രൂപ കൊടുക്കൂടെ? അങ്ങനെയുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ കുറെ അധികം ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കേസാണ് ഹിമയുടെ ഭർത്താവിന്റെ കേസ്. എക്സ് ഹസ്ബൻഡാണ് കേട്ടോ. 1.5 കൊല്ലം മുന്നേ എങ്ങാണ്ട് ഡിവോഴ്സ് ആയതാണ്. രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. പ്രത്യേകിച്ച് ഹിമയ്ക്ക് 18 വയസ്സ് തികഞ്ഞ സമയത്ത് എങ്ങാണ്ടാണ് ഈ കല്യാണം കഴിക്കുന്നത്. രണ്ടുപേരും കൂടെ അയൽവാസികളാണ്. അങ്ങനെ പ്രേമിക്കുന്നു, അവര് ഒന്നിക്കുന്നു. വീട്ടുകാരുടെ എതിർപ്പോടെ കൂടിയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഒന്നിച്ചത്. അതിനുശേഷം അവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി. പക്ഷെ 18-ാം വയസ്സിൽ തനിക്കുണ്ടായിട്ടുള്ള വെറും ഒരു എന്തോ പറയാൻ ഒരു സാധനം അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ 18-ാം വയസ്സിൽ മറ്റേ നമുക്ക് വലിയ ചിന്താഗതി ഒന്നും കാണത്തില്ല. നമ്മൾ അപ്പോഴും വിചാരിക്കും ഈ കാണുന്നതൊക്കെയാണ് വലിയ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ ജീവിതത്തിലോട്ട് എടുത്തു വെച്ചുകൊണ്ട് കല്യാണം കോലാണ്ടിയായിട്ട് ഇറങ്ങിത്തിരിക്കും. അങ്ങനത്തെ ഒരു ജീവിതമാണ് ഹിമയ്ക്കും ഉണ്ടായിട്ടുള്ളത്. തന്റെ അയൽവാസിയായിരുന്നു ശ്രീജിത്ത്. എന്നാൽ ശ്രീജിത്തിന് അത്യാവശ്യം ഏജ് കുറച്ച് കൂടുതലായിരുന്നു. രണ്ടുപേരുടെ ഏജ് നല്ല ഡിഫറൻസും ഉണ്ടായിരുന്നു. ഓക്കെ, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അതൊക്കെ അവരുടെ ഇഷ്ടം. അവർ ഒരുമിച്ച് പ്രേമിച്ച് നമുക്ക് ഇനിയൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും കാണുമ്പോൾ ഒരു ഇത് ആൾക്കാർ പറയാം നീ എന്താണ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. പക്ഷെ അതൊന്നും അല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. ഓക്കെ, അങ്ങനെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ശ്രീജിത്ത്. ഹിമ 18-ാം വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രേമിച്ച് അവര് തമ്മിൽ കല്യാണമൊക്കെ ആയി സെറ്റായിട്ട് അവർ ജീവിച്ചു തുടങ്ങി. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഹിമയ്ക്ക് മനസ്സിലായത് ഇത്രയും ദിവസം കണ്ടതും ഈ പുറമോടിയൊന്നും അല്ല ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ വേറെയാണെന്നും തന്റെ ഭർത്താവ് ഒരു ആൽക്കഹോളിക് ആണെന്നും എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുകയും തന്റെ ഭർത്താവിന്റെ തനിക്കോണം ഹിമ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ തന്റെ കുടുംബത്തിൽ ഉണ്ടാവുകയും ഒരുപാട് വട്ടം ഒരുപാട് രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഹിമയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഹിമയെ അറിയാത്തവരും ഹിമയുടെ ഫാമിലിയെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. ഇത് ഒരു 5 വർഷം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. ഈ നമ്മൾ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതും അതേപോലെ എനിക്കിപ്പോ ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ എന്റെ കയ്യിൽ കിട്ടിയതും അത് എന്റെ മാത്രം കഴിവുകൊണ്ടല്ല, അത് കുറെ ഭാഗ്യം കൊണ്ട്. പിന്നെ കുറെ പേര് നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹം എന്നോടും എൻ്റെ കുടുംബത്തോടും നിങ്ങൾ കാണിക്കണ ആ സ്നേഹം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതൊരു ഭാഗ്യമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാനും അതെ കുറെ ആയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പോഴെങ്കിലും എനിക്ക് നേടാൻ പറ്റിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം കൊണ്ടും നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടും നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും കൂടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ നല്ലൊരു ഹാപ്പി ഫാമിലി ആയിരുന്നു. പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ മാത്രം വീട്ടിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മാത്രമായിരുന്നു ഹിമ നാട്ടുകാരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വീട്ടിൽ നടക്കുന്ന ദുഃഖങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഒരു പണിക്ക് പോകാത്ത ആളാണെന്ന് തോന്നുന്നു. അങ്ങനെ പണിക്കൊന്നും പോകാറില്ല, ഒരു ശമ്പളമില്ല, ജീവിക്കാൻ വേറെ ഹോപ്പില്ല, അങ്ങനെയൊക്കെ തട്ടിമുട്ടി പൊക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു ഹിമയുടെ എന്നാണ് ഹിമ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഒരുപാട് സഹിച്ചു. അതിനുശേഷം ആൽക്കഹോളിക്കാണ് ഈ വ്യക്തി. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ സഹിച്ച് സഫർ ചെയ്ത് അവസാനം കഴിഞ്ഞ 1.5 വർഷം മുന്നേ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇനി ഈ ബന്ധം തുടർന്ന് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും രണ്ടുപേരും വേർപിരിഞ്ഞു. രണ്ട് വഴിക്കായി. അങ്ങനെ പോയിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ട ന്യൂസ് ഹിമയുടെ ചെവികളിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ഷുഗർ ഉള്ള വ്യക്തി ലോ ഷുഗറിൽ മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം കൂടിയൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തോ ദുരൂഹതകളും ഈ ഒരു കേസിലുണ്ട്. അതുപോലെ തന്നെ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി തന്റെ വീട് വിറ്റിട്ടുണ്ടായിരുന്നു. ആ ഫണ്ടെല്ലാം എവിടെ പോയെന്ന് ഒരു പിടിയില്ല. അവസാന നിമിഷം ശ്രീജിത്തിന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു തേങ്ങ അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആരെങ്കിലും തീർത്തതോ എന്നുള്ള സംശയം അടക്കം ഈ ഒരു കേസിലുണ്ട്. പ്രത്യേകിച്ച് പാർട്ട്ണറായിട്ടുള്ള ഒരു വ്യക്തി 10 ലക്ഷം എങ്ങാണ്ട് ഫർണിച്ചർ കട പാർട്ട്ണർഷിപ്പിന് കൊടുത്ത് അതിൽ നിന്ന് ലാഭം കിട്ടുന്നു എന്നൊക്കെ ഈ പറയുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി അവസാന കാലഘട്ടങ്ങളിൽ ഹിമയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്നാൽ അതിന്റെ ലാഭമോ ഒന്നും വരുന്നതായിട്ടോ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ടോ ഒന്നും ഒരു അറിവില്ല. പിന്നെ അതുപോലെ തന്നെ കാറുണ്ടായിരുന്നു, ഒരു കാറ്, അതെങ്ങാണ്ട് റെന്റിനെങ്ങാണ്ട് കൊടുത്തിട്ട് 18,000 രൂപ എങ്ങാണ്ട് അതിൽ നിന്ന് കിട്ടുന്നതൊക്കെ വെച്ചിട്ട് ജീവിക്കുന്നു എന്ന് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഹിമയുടെ അടുത്ത് പറയുന്നുണ്ട് ഫർണിച്ചർ കടയിൽ ഷെയർ കൊടുത്തതെന്നുള്ള ഇതിൽ നിന്ന് ജീവിക്കുന്നുണ്ടെന്ന്. പക്ഷെ അവസാന നിമിഷം നോക്കിയപ്പോൾ ഒരു തേങ്ങയുമില്ല. പിന്നെ ചികിത്സിച്ച ആളിന് 7 ലക്ഷം രൂപ കൊടുത്തെന്ന്. അത് വലിയൊരു ദുരൂഹതയാണ്. ആരാണ് ചികിത്സിച്ച ആളെന്നൊന്ന് കണ്ടെത്തുക. ഒരാൾ ചികിത്സിച്ചതിന് 7 ലക്ഷം രൂപയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോജിപ്പേ ഇല്ല. ഇനി ലൈഫ് ടൈം നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടാണോ വാങ്ങിക്കൊണ്ട് പോയെന്ന് എനിക്കറിയില്ല. ഈ ചികിത്സിച്ച ആളാണോ പെണ്ണോ എന്നറിയില്ല. ഏതെങ്കിലും പെണ്ണാണെങ്കിൽ അടിച്ചുകൊണ്ട് പോയതാണോ എന്ന് അറിയില്ല. അങ്ങനെ നല്ല ദുരൂഹത നിറഞ്ഞു നിൽപ്പുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന ഹിമ തന്റെ വിഷമങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാനൊന്ന് കൊടുക്കാം. എന്റെ ഹസ്ബൻഡ് കുട്ടികളുടെ അച്ഛൻ ക്രോണിക് ആയിട്ടുള്ള ഒരു ആൽക്കഹോളിക് അടിമയാണ്. അപ്പൊ കുറെ കാലമായിട്ട് ഏകദേശം ഒരു 17 വർഷത്തോളമായിട്ട് നിരന്തരം ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളാണ്. ആൾക്ക് പല പ്രാവശ്യം ഹോസ്പിറ്റലിലെ കേസുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം ഈ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പരമാവധി നമ്മൾ പോകാൻ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടും പ്രണയ വിവാഹം അതുകൊണ്ടും വീട്ടുകാരെ എതിർത്ത് ഇറങ്ങി വന്നതുകൊണ്ടും വീട്ടിലെ സാഹചര്യങ്ങളുകൊണ്ടും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റാതെ അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് നമ്മളെ ഒരു ബാധ്യതയാവും. വീട്ടിലുള്ളവർക്ക് തിരിച്ച് നമ്മൾ മക്കളുമായിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവരൊരു ബാധ്യതയാവുമെന്ന് നമുക്ക് അറിയണ കാരണം കൊണ്ടും നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടും മക്കളുടെ ഭാവി ഓർത്തിട്ടും നമ്മൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് വാടകയ്ക്ക് വീട് എടുക്കണം, വരുമാനം വേണം, അതിന്റേതായ രീതിയിൽ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമ്മൾ പരമാവധി ഈ ഒരു സ്റ്റേജ് വരെ സഹിച്ച് പിടിച്ച് നിന്നു. അതായത് ഭർത്താവ് ഒരു ആൽക്കഹോളിക് ആണെന്ന്, വീട്ടിൽ ചെലവിനൊന്നും തരുന്നില്ല, അങ്ങനെ പണിക്കൊന്നും പോകാറില്ല എന്നുള്ള കാര്യങ്ങൾ അടക്കമാണ് ഇവിടെ ഹിമ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്താണ് തന്റെ ജീവിതം മുന്നോട്ട് ജീവിച്ച് പൊക്കോണ്ടിരുന്നതെന്നാണ് ഹിമ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഇത് പഴയ കാര്യങ്ങളാണ്, കുറച്ചുകൂടി ഉണ്ട്, കേട്ടു നോക്കാം. അപ്പം കുട്ടികൾ ഏകദേശം ഒരു 6-7 വയസ്സ് മുതലേ നിരന്തരമായിട്ടുള്ള മാനസികമായിട്ടുള്ള ട്രോമയിൽ കൂടെയാണ് ഉണ്ണിയും അച്ചുവൊക്കെ കടന്നു പോകുന്നത്. ഉണ്ണിയുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഉണ്ണി കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ വളരെയധികം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുകയാണെങ്കിലും ഇത് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ആള് മദ്യപിച്ച് വന്ന് വളരെ മോശം രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളെയൊക്കെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുക, തെറി പറയുക. അപ്പൊ ഉണ്ണിയുടെ 10ാം ക്ലാസ് എക്സാമിന്റെ സമയത്ത് ഉണ്ണിക്ക് പഠിക്കാൻ പോലും പറ്റാണ്ട് വീട്ടിൽ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാക്കിയില്ല. നമ്മളെ സമയത്ത് വീട് മാറി പോകാനും പിരിയാനൊക്കെ തീരുമാനിച്ചതായിരുന്നു. ഞാൻ അങ്ങനെ തീരുമാനിച്ചായിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എന്റെ വീട്ടിൽ എനിക്ക് പോയി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം, വേറൊരു വാടകയ്ക്ക് വീട് എടുത്ത് കഴിഞ്ഞാൽ മാസം വാടക കൊടുക്കാനുള്ള ബുദ്ധിമുട്ടും ആലോചിച്ച് പരമാവധി ഇതിനുള്ളിൽ തന്നെ പിടിച്ചു നിൽക്കാം എന്നുള്ള ഒരു തീരുമാനം കൊണ്ട് പോകുമായിരുന്നു. നമ്മുടെ മാനസികമായിട്ട് നമ്മുടെ സന്തോഷം അതുപോലെ കുട്ടികളുടെ സന്തോഷം എല്ലാം ഇല്ലാണ്ടായിട്ടും ഈ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. എന്നെ പോലെയുള്ള ഒരുവിധം സ്ത്രീകളെല്ലാം നമ്മൾ പുറമേ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ജീവിക്കുന്നത്. പക്ഷെ ഇതുപോലെ ഇത്തരം ആക്രമണങ്ങൾ വീടിനുള്ളിൽ സഹിച്ചിട്ടും നമുക്ക് പോകാൻ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട്. വീണ്ടും ഒരു ചെലവെടുത്ത് തലയിൽ വെക്കാനുള്ള ഭയം കൊണ്ടും ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക്. ഓക്കെ, ഇവിടെ ഹിമയുടെ വാക്കുകളിൽ നിന്നും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ താൻ ഫേസ് ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. ഞാൻ ഒരു കാര്യം ഇതിന്റെ ഇടയിൽ കൂടി സൂചിപ്പിച്ചു പോകാം, വേറെ ഒന്നുമല്ല. ഈ 18ാം വയസ്സ് തികയാൻ വേണ്ടി നോക്കിയിരുന്ന് ഒളിച്ചോടുന്ന ടീംസുകളുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ചിന്നു പാപ്പു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ലേറ്റസ്റ്റ് ആയിട്ട് ജീവൻ ഒടുക്കിയിട്ടുണ്ടായിരുന്നു. 18ാം വയസ്സ് തികഞ്ഞിരുന്ന് നോക്കി ഒളിച്ചോടിയതാണ് ആ കുട്ടിയും. അത് അവസാനം ആ കെട്ടിക്കൊണ്ട് ഇട്ടിട്ട് പോയി അവസാനം വേറൊരു റിലേഷനിലായി, അവനും എന്തൊക്കെയായിട്ട് പ്രശ്നങ്ങളായി, അവസാനം ആ കുട്ടി ജീവൻ ഒടുക്കിപ്പോയി. 18ാം വയസ്സിൽ നമ്മൾ കല്യാണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാറ്റി വെച്ചിട്ട് സ്വന്തമായിട്ട് പഠിച്ചൊരു ജോലി മേടിച്ചിട്ട് 10 പൈസ ഉണ്ടാക്കിയിട്ട് സ്റ്റേബിളായിട്ട് സ്വന്തമായിട്ട് നിന്ന് സ്വന്തം കാലിൽ ജീവിക്കാനുള്ള ഒരു ചങ്കുറപ്പ് ഉണ്ടാക്കിയെടുത്ത് സ്വന്തം കാലിൽ നിന്ന് ജീവിച്ചതിന് ശേഷം ഈ കല്യാണം കോലാണ്ടി എന്ന് പറഞ്ഞ് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതിപ്പോ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും, ആണുങ്ങളായാലും 18 തികഞ്ഞ ഒരു പെണ്ണിനെയും വിളിച്ചോണ്ട് 21 വയസ്സായവനും 18 വയസ്സായവനും ഒക്കെ വിളിച്ചോണ്ട് പോകുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ സ്റ്റേബിളായിട്ട് കുറച്ചൊന്ന് സെറ്റായതിനു ശേഷം പെണ്ണ് കെട്ടുക. അല്ലാത്ത പക്ഷം ജീവിതത്തിൽ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ അത് വിളിച്ചോണ്ട് വന്നവള് ആ ചീത്തപ്പേര് കേൾക്കേണ്ടി വരും, ബാധ്യതകളായി മാറും, ഫുൾ അടിയും വഴക്കുമാകും. അതിനേക്കാളും ഈ തെറ്റായ തീരുമാനം എടുക്കാതിരിക്കുക. പകരം നിങ്ങൾ പഠിച്ചൊരു ജോലിയൊക്കെ മേടിച്ച് കുറച്ച് 10 പൈസ ഉണ്ടാക്കി സ്റ്റേബിൾ ആയിട്ട് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം കല്യാണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒരുപാട് ആൾക്കാർ ഇതുപോലെ 18ാം വയസ്സിലും 19ാം വയസ്സിലും ഒളിച്ചോടി കല്യാണം കഴിച്ച് അവസാനം കുത്തുവാൾ എടുത്തിട്ടുള്ള ചരിത്രമാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ തെറ്റായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാതിരിക്കുക. കാരണം നിങ്ങൾ ഈ 18ഉം 19ഉം ഓടിയതിനു ശേഷം ഒരു അന്തവും കുന്തവും ഇല്ലാതെ ആയി, 5 പൈസ കയ്യിലില്ലാണ്ടായി തേഞ്ഞൊട്ടിയിരിക്കും. പകരം നിങ്ങൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ ഡിവോഴ്സ് ആവുകയോ അല്ലെങ്കിൽ ഇട്ടിട്ട് പോവുകയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു രീതിയിൽ വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അറിവില്ലാത്ത പ്രായത്ത്, അറിവ് തെറ്റിയ പ്രായത്ത് തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് ജീവിതങ്ങളെ നശിപ്പിച്ച് കളയരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. ഹിമ എന്ന് പറയുന്ന ഈ പെൺകുട്ടി തന്റെ ഹസ്ബൻഡ് ശ്രീജിത്തിന് ഒരു തെറ്റായ തീരുമാനം തന്നെയാണ് അന്ന് എടുത്തതെന്ന് ഞാൻ പറയത്തുള്ളൂ. അറിവ് തെറ്റിയ അല്ലെങ്കിൽ പ്രായം തെറ്റിയ പ്രായത്തിൽ പ്രേമം എന്ന് പറയുന്ന ഒരു മണ്ണാങ്കട്ട സാധനത്തിന്റെ പിന്നാലെ ഓടി അവസാനം പോയി വീഴുന്നത് ഒരു വലിയ ചതിക്കുഴിയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
ആ വ്യക്തി ആൽക്കഹോളിക് ആയിരുന്നു. അതുപോലെ ജോലിക്ക് പോവില്ല, പണിക്ക് പോവില്ല, അങ്ങനെ ഇങ്ങനെ വാലാകോലം നടന്നൊരു ടീമൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഹിമ ഒരു കാര്യം ആലോചിച്ച് നോക്ക്, തന്റെ 18 വയസ്സിൽ ഇങ്ങനെ ഒളിച്ചോടാണ്ട് പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിയിട്ട് അത്യാവശ്യം സ്റ്റേബിളായ ശേഷം ഒരു കല്യാണമൊക്കെ കഴിച്ചിരുന്നെങ്കിൽ ആ ആൾ ഇട്ടിട്ട് പോയാൽ കൂടി അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കാപ്പബിലിറ്റി ഈ ഹിമയ്ക്ക് ഉണ്ടാകുമായിരുന്നു. അത് എല്ലാ പെൺകുട്ടികളും ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം കല്യാണം കോലാണ്ടിയൊന്നും അല്ല. ജീവിതത്തിൽ ആദ്യം സ്റ്റാൻഡേർഡായിട്ട് നല്ല സ്റ്റേബിളായിട്ടൊന്ന് നിൽക്കാൻ പഠിക്കുക. 10 പൈസ ഉണ്ടാക്കുക. അത് ആണായാലും പെണ്ണായാലും. എനിക്കത് പറയണമെന്ന് തോന്നി. ഈ കൂട്ടത്തിൽ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ എടുത്തിട്ട് ചീത്ത വിളിക്കും. ഇനി ഹിമ വേറെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് നാളുകൾക്ക് മുന്നേ പറഞ്ഞിട്ടുള്ള വീഡിയോയും കൂടി കണ്ടു നോക്കാം. ഉണ്ണിയുടെയും അച്ചുവിന്റെയും അച്ഛൻ മരണപ്പെട്ടു. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നു 1.5 വർഷമായിട്ട്. അപ്പം ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം ഒരു 5-6 മാസം കഴിഞ്ഞപ്പം ആള് അവിടുന്ന് വീടും സ്ഥലമെല്ലാം വിറ്റ് ആനക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അവിടെ എന്തോ ഒരു ഫർണിച്ചർ ബിസിനസ്സും അതിന്റെ പാർട്ട്ണർഷിപ്പും ഒക്കെ ആയിട്ട് ആ ഒരു സൗകര്യത്തിന് വേണ്ടി അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ ഒരു ന്യൂ ലൈഫ് ആളും മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അതിന്റെ ഇടയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മരണം അറിയാനായിട്ട് വൈകി. നാച്ചുറൽ ഡെത്ത് തന്നെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ, കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ ഇനി പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ആൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇനി കമന്റ്സ് ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ എനിക്ക് അത് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത്. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ, ഞാൻ ഇങ്ങനെയാണ്, ഇതാണ് എൻ്റെ ഒരു ജീവിതമാർഗം. ഓക്കെ, ഇതാണ് ജീവിതമാർഗം എന്ന് പറയുമ്പോൾ യൂട്യൂബാണ് തന്റെ ജീവിതമാർഗമെന്നാണ് ഹിമ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്റെ എക്സ് ഹസ്ബൻഡ് ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ മരണം നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് നൈസായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. തന്റെ മക്കളെ കൊണ്ട് ചെയ്യിക്കേണ്ട കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നും ഹിമ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഒരു ഭാര്യ എന്ന നിലയ്ക്കും അമ്മ എന്ന നിലയ്ക്കും ചെയ്യേണ്ട കാര്യങ്ങൾ നല്ലോണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഹിമയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഈ പറയുന്ന ഹിമ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലാണ് ദുരൂഹതകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹിമ പറയുന്നുണ്ട് ആ വ്യക്തി ഫർണിച്ചർ കട അതും ഇതുമൊക്കെ ആയിട്ട് ആ വ്യക്തിയുടെ ലൈഫായിട്ട് പൊക്കോണ്ടിരിക്കുകയെന്ന്. പ്രത്യേകിച്ച് ഇവർ താമസിക്കുന്ന വീടൊക്കെ വിറ്റിട്ട് അങ്ങനെ അതൊരു ഫർണിച്ചർ കടയിൽ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പാർട്ട്ണർഷിപ്പായിട്ടൊക്കെ പോയി അതിന്റെ ലാഭത്തിലെ ഷെയറൊക്കെ വാങ്ങി അങ്ങനെ അങ്ങ് പോവുകയായിരുന്നു. പിന്നെ കാറിന്റെ ഒരു കേസും ഉണ്ടായിരുന്നൊരു കാറെങ്ങാണ്ട് ഇതുപോലെ വാടകയ്ക്കെങ്ങാണ്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ചിട്ട് അതും തട്ടിമുട്ടി അങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഹിമ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ ആദ്യത്തെ ഈ ഒരു വീഡിയോയിൽ ദുരൂഹത സാഹചര്യങ്ങളോ അങ്ങനത്തെ സാധ്യതകളോ ഒന്നും ഹിമ പറയുന്നില്ല. എന്നാൽ ഇതിനുശേഷം പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഹിമയ്ക്ക് ചെറിയ ഡൗട്ടുകളും ചെറിയ ചെറിയ എവിടേക്കോ മിസ്റ്റേക്കുകൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഷുഗർ പേഷ്യന്റ് ആയിരുന്ന വ്യക്തി ഷുഗർ ലോ ആയിട്ട് മരണപ്പെടുന്നു. ഓക്കെ, അത് ഈ പ്രകൃതി ചികിത്സ എന്തൊക്കെ ചെയ്ത് അങ്ങനെ ഷുഗർ ലോ ആയെന്നും പറയുന്നുണ്ട്. എന്നാൽ 7 ലക്ഷം രൂപ ഏതോ ചികിത്സിച്ച ആളിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. തന്റെ മക്കൾക്ക് അർഹതപ്പെട്ട പൈസയാണ്. ഓക്കെ, അത് മക്കൾക്ക് കൊടുത്തില്ലെങ്കിലും താൻ ആർക്കാണ് ചികിത്സിച്ചതിനും ഈ 7 ലക്ഷം രൂപ കൊടുത്തതെന്നൊരു ഡൗട്ടുണ്ട്. അത് കൊടുത്തതാണോ പിടിച്ച് വാങ്ങിയതാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. ഇനി പാർട്ട്ണർഷിപ്പ് എവിടെയാണ് കൊണ്ട് ഇട്ടിട്ടുള്ളതെന്ന് അതുകൂടി അറിയണം. ഇനി ഒരു കാറ് കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാറും ഫോണും. ഈ കാറ് കൊടുത്ത സമയത്ത് കാറ് ഇനി 2 ലക്ഷം രൂപയ്ക്ക് എങ്ങാണ്ടാണ് വാങ്ങിയത്. അതിന് ഇനിയും വേണം 5 ലക്ഷം രൂപ പണി ചെയ്യണമെങ്കിൽ. ആ രീതിയിലായിട്ട് അത്രയും കണ്ടമാക്കിയിട്ടാണ് കാറ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഫോൺ പരിശോധിച്ച സമയത്ത് ബാങ്ക് ബാലൻസ് ഒന്നും ഒരു തേങ്ങയില്ലായിരുന്നു. അങ്ങനെ കുറെ ദുരൂഹതകളുണ്ട്. എങ്ങനെയാണ് അപ്പോൾ ഈ വ്യക്തി ജീവിച്ചിരുന്നത് എന്നൊക്കെ ഉള്ള ദുരൂഹത സാഹചര്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് ഈ പറയുന്ന ശ്രീജിത്തിനാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഹിമ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടു നോക്കാം. ആളുടെ മരണശേഷം ഒരു 2.5 മാസം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു കേട്ടോ, കോള് വന്നു ചെല്ലാൻ പറഞ്ഞിട്ട്. അതായത് ഇപ്പം ആള് മരിച്ചിട്ട് കുറച്ച് ഒരു വാർത്തയായ മരണമായിരുന്നു. അപ്പോൾ എന്താന്ന് വെച്ചാല് കൂടെ ആരും ഉണ്ടായിരുന്നില്ല മരിച്ച സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ മരിച്ചപ്പോൾ ഒരു അസ്വാഭാവിക മരണം എന്നുള്ള രീതിയിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മൊഴി കൊടുക്കാനാണ് ഞങ്ങളെ വിളിപ്പിച്ചേട്ടോ. അപ്പൊ ഞാനും കുട്ടികളും പോയി, സ്റ്റേഷനിൽ പോയി നമുക്കറിയണ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടുത്തെ എസ്ഐയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു കേട്ടോ. സാറും ഇതേപോലെ തന്നെ പറഞ്ഞു ആളുടെ. അപ്പൊ നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ അവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആള് ഷുഗർ ലോ ആയിട്ടാണ് മരണപ്പെട്ടതെന്നാണ് പറഞ്ഞു കേട്ടോ. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരം. ആൾക്ക് ഷുഗർ
കൂടുതലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് ഷുഗർ ഭയങ്കര കൂടുതലായിരുന്നു. ഇൻസുലിനൊക്കെ എടുത്തിരുന്നതാണ്. പിന്നെ എന്തോ പ്രകൃതി ചികിത്സയ്ക്കോ മറ്റോ പോയിട്ടുണ്ടായിരുന്നു അത്രേ. ഇതൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കിട്ടിയവരാണ്, എനിക്കൊന്നും അറിയില്ല, നേരിട്ട് അറിയില്ല. അപ്പം ആ പ്രകൃതി ചികിത്സയ്ക്ക് പോയതിന് ശേഷം ഷുഗർ വല്ലാണ്ട് കുറഞ്ഞു. പിന്നെ ഷുഗർ കൺട്രോൾ ഇല്ലാണ്ട് ഇടയ്ക്ക് കൂടുക ഇടയ്ക്ക് കുറയുക അങ്ങനെ ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ കുറേ വട്ടം ഇതിനു മുന്നേയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ഷുഗർ കുറയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം അതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞേട്ടോ. അപ്പം അതാണ് ആളുടെ മരണകാരണം. പിന്നെ ഓക്കെ, ഷുഗർ ലോ ആയിട്ടാണ് ആ വ്യക്തി മരിച്ചതെന്ന് പറയുന്നുണ്ട്. ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പ്രകൃതി ചികിത്സയൊക്കെ ചെയ്ത് കൂടും കുറയും ആ ഒരു സെറ്റപ്പിലൊക്കെയാണ് നിന്നതെന്ന്. എവിടെയാണ് ചികിത്സിച്ചതെന്നൊന്നും അറിയത്തില്ല, അതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ 7 ലക്ഷം രൂപ വെള്ളത്തിൽ പോയതുപോലെ പോയിട്ടുണ്ട്. മക്കൾക്ക് അർഹതപ്പെട്ടിട്ടുള്ളതാണ്. അത് മാത്രമല്ല, ആ വ്യക്തിയുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും തീർത്തതാണെങ്കിൽ അതും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ദുരൂഹത നിറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഹിമ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെയോ വശപ്പശകൾ ഈ പറയുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വീടെല്ലാം വിറ്റ് എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻസ് ഷെയർ, അവയെല്ലാം കൂടി മുക്കിക്കൊണ്ട് പോയോ എന്നുള്ളൊരു കാര്യം ഡൗട്ടാണ്. പോലീസുകാർക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവരുടെ ഉണ്ടായിരുന്ന അവസാന കാറും ഫോണും മാത്രം ഏൽപ്പിച്ചിട്ടുണ്ട്. വേറൊന്നും തിരിച്ച് കിട്ടിയിട്ടില്ല. പൈസകളെല്ലാം മുങ്ങിയ അവസ്ഥയിലാണ്. എന്തോ നല്ല അടിപൊളിയായിട്ട് എവിടെയോ പെട്ടിട്ടുണ്ട്. ആള് ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ആള് വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു കാർ ഉണ്ടായിരുന്നു ആളുടെ കയ്യിൽ. ആ കാറ് ആള് ഒരു കമ്പനിക്ക് വാടകയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുകയായിരുന്നു. മാസം 18,000 റെന്റ്, 18,000 റെന്റിന് വാടകയ്ക്ക് അങ്ങനെ കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ആളുടെ ചെലവ്, അങ്ങനെയാണ് ആള് കഴിഞ്ഞിരുന്നേ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, വീടും സ്ഥലമൊക്കെ വിറ്റിട്ട് ആണ് ആള് നാട്ടിൽ നിന്ന് പോയി. അപ്പം ആളുടെ അടുത്ത് അത്യാവശ്യം ക്യാഷ് ഉണ്ടാവുമല്ലോ, പിന്നെന്താ ആളിങ്ങനെ ജീവിച്ചതെന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, ആ കാര്യങ്ങളൊന്നും അറിയില്ല അവന്. അപ്പം എൻ്റെ അടുത്ത് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആള് മരിച്ചു പോണേൻ്റെ മുന്നത്തെ കുറച്ച് സമയങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു. കുട്ടികളുടെ കാര്യമൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വിളിച്ചിരുന്നു. അപ്പോൾ ഈ സ്ഥലം വിറ്റ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആളൊരു കമ്പനിയിലേക്ക് കുറച്ച് പൈസ, അതായത് ഒരു 10 ലക്ഷം രൂപ ഒരു കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് ഷെയർ ആയിട്ട്. പാർട്ട്ണറായിട്ട് ആള് ഫർണിച്ചർ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അവര് അതിൻ്റെ എന്താ പറയുക, ലാഭവിഹിതമൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ആള് ജീവിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞേട്ടോ. 10 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 സംതിങ്ങിൻ്റെ അടുത്ത്, ഇതെനിക്ക് പറയാൻ പറ്റുമോയെന്ന് അറിയില്ല, പറഞ്ഞിട്ട് ചികിത്സയുടെ ഭാഗമായിട്ട് ആൾക്ക് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നപ്പം ആരാണ് ആ ചെലവ് എടുത്തതെന്ന് വെച്ചാൽ അവർക്ക് 7 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടോ. അവർ പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആരുടെയും പേര് പറയില്ല, കാരണം എനിക്കൊന്നും തെളിവില്ലാത്ത കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുത്തു. പിന്നെ കാറ് എടുത്തു, പിന്നെ ആളുടെ ജീവിത ചെലവ് അങ്ങനെയൊക്കെയാണ് എന്ന് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കാര്യം തന്നെ എൻ്റെ അച്ഛനോടും എൻ്റെ അച്ഛനായിട്ട് ആള് വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം അച്ഛനോടും ഇങ്ങനത്തെ ഈ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പോലീസുകാരോട് പറഞ്ഞു, ഇങ്ങനെ 10 ലക്ഷം രൂപ ഒരു കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ആൾ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ പോലീസുകാർ പറഞ്ഞു അവർക്ക് ഇങ്ങനെ ക്യാഷൊന്നും കിട്ടിയിട്ടില്ല, അവർക്ക് ഈ കാറുമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞിട്ടില്ല എന്നാണ് സാറ് പറഞ്ഞേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോൾ അവരിങ്ങനെയാണ് പറഞ്ഞത്, ഈ കാറായിട്ടുള്ള ഇതാണ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പോലീസുകാർ നൈസായിട്ട് കൈ ഒഴിഞ്ഞിട്ടുണ്ട്. അതാണ് ആ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ ഏതോ ഒരു ഫർണിച്ചർ കടയില എങ്ങാണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. മനസാക്ഷിയുള്ളവനാണെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കും. അങ്ങനെ സാധ്യത വളരെ കുറവാണ്. ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അത് ഏത് കടയാണെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് കണ്ടുപിടിച്ച് ആ ഒരു ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തം ചെക്ക് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പോയിട്ട് വേണമെങ്കിൽ അവർ ഏറ്റില്ലെങ്കിൽ പോലീസുകാരായിട്ട് സംസാരിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ആ പൈസ തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യേണ്ട എന്തെങ്കിലും പരിപാടിയൊക്കെ നോക്കണം. അത് ആ മക്കൾക്ക്, ഇപ്പം ഈ പറഞ്ഞ ഹിമയുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. അയാളുടെ വീട് വിറ്റ പൈസയൊക്കെ അല്ലേ, അപ്പൊ അവകാശപ്പെട്ടതാണ്. ഇനിയിപ്പോൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞത്. അന്വേഷിക്കുക, അന്വേഷിച്ച് കണ്ടെത്തുക. 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ചുമ്മാ കിട്ടൂലല്ലോ. കണ്ണടച്ച് തുറക്കുമ്പോൾ 10 ലക്ഷം രൂപ കിട്ടും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞ പോലെ ഫോണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഈ കാറും ഞങ്ങൾ വാങ്ങിയല്ല, ഞങ്ങൾ അവിടുന്ന് എടുത്തു കൊണ്ടുവന്നു. ഫോണും ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഫോണിൽ കൂടെ ഞങ്ങൾ ബാങ്ക് അക്കൗണ്ട് നോക്കിയപ്പോൾ അതിനകത്ത് കിടന്നിരുന്നത് 11 രൂപയാണ്.
പിന്നെ ഞാൻ അതിന്റെ പിറകെ പോയില്ല. അക്കൗണ്ട് ചെക്ക് ചെയ്യാനോ അത് ആർക്കൊക്കെ ഏതൊക്കെ പൈസ കൊടുത്തോ ആരൊക്കെ എടുത്തു എന്നോ ഞാൻ നോക്കിയില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് മാത്രം ഉണ്ണി വേണമെന്ന് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും അറിയാൻ ശ്രമിച്ചത്. ഞാനിത് എന്താ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ പലവരുടെയും വിചാരം എന്താ വെച്ചാൽ ആള് നമ്മൾ നേരിട്ട് അറിയുന്നവരുടെയും, എല്ലാവർക്കും ഇപ്പം ഇതൊന്നും അറിയില്ലല്ലോ, നമ്മൾ നേരിട്ട് അറിയുന്ന പലരും വിചാരം ആളുടെ കയ്യിൽ കുറച്ചധികം പൈസ ഉണ്ടായിരുന്നു, അപ്പോൾ ആളും മരണപ്പെട്ടു പോയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ കാശ് എത്തിച്ചേരുക ആളുടെ ഭാര്യയ്ക്കും മക്കൾക്കുമാണ്. അമ്മ എന്തായാലും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുടെ സത്യം പറഞ്ഞാൽ ആളുടെ ഈ വീടിന്റെ സ്ഥലത്തിന്റെ അവകാശികൾ എന്ന് പറയുന്നത് ആളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, അവർക്ക്, പിന്നെ ഉണ്ണിക്ക് അച്ഛനെ, ഇവർക്കാണ് അവകാശമുള്ളത്. അമ്മ ആദ്യം തന്നെ പറഞ്ഞു വേണ്ട, അമ്മയ്ക്കൊന്നും വേണ്ടാന്ന്. അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കിട്ടുകയാണെങ്കിൽ അത് അവകാശപ്പെട്ട കൈകളിൽ തന്നെയാണ് കിട്ടുക. പക്ഷെ എനിക്കറിയില്ല കേട്ടോ അവർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലേന്ന്. പക്ഷേ ഇത്രയധികം പൈസ മിസ്സിംഗ് ആണ്. പോലീസുകാരോട് നമ്മൾ സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് ഇതിൽ അവർക്ക് ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഓക്കെ, പൈസ മിസ്സിംഗ് ആണ്, എവിടെ മുക്കൽ എന്തോ നടന്നിട്ടുണ്ട്. ഇനി ഈ വ്യക്തി തീർത്തതാണോന്നും കൂടി എനിക്ക് ഡൗട്ടുണ്ട്. പ്രത്യേകിച്ച് അവന്റെ ഇതിൽ കൊണ്ട് 10 ലക്ഷം രൂപ എങ്ങാണ്ട് പാർട്ണർഷിപ്പ് കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അറിയാൻ പാടില്ലടി, ഇന്നത്തെ കാലത്ത് ആരെ വിശ്വസിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇപ്പൊ ഹിമ എനിക്കിതൊന്നും വേണ്ട, നമ്മൾ ജീവിച്ചോളാം എന്നുള്ള സെറ്റപ്പിൽ സംസാരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ അന്വേഷിച്ചു പോയി നിങ്ങളുടെ മക്കൾക്ക് കിട്ടേണ്ട സ്വത്താണ് അല്ലെങ്കിൽ അവകാശമാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്, നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എന്തായാലും നിങ്ങളുടെ തീരുമാനങ്ങളായിരിക്കട്ടെ. മക്കൾക്ക് കിട്ടേണ്ടതാണ്, അന്വേഷിച്ച് കണ്ടെത്തി കൊടുത്താൽ അത്രയും നല്ലത്. അത് മക്കളുടെ ഭാവിയിലേക്ക് ഉപകരിക്കപ്പെടും. ഇനി അല്ല കുഴപ്പമില്ല, ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചോളാം, ഞങ്ങൾക്ക് ഈ ഉള്ള പൈസയൊക്കെ മതി എന്നാണെങ്കിൽ നിങ്ങളുടെ തീരുമാനമാണ്. എന്തായാലും മരണത്തിൽ എന്തോ ഇവിടെ ഒരു മിസ്സിങ് മണക്കുന്നുണ്ട്, അറിയാൻ പാടില്ല. ഈ പറഞ്ഞ പോലെ പൈസ എന്ന് പറയുന്ന കാര്യം മനുഷ്യനെ വളർത്തുകയും ചെയ്യും തീർക്കുകയും ചെയ്യും. അത് വലിയൊരു സംഭവമാണ്, നമ്മൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. ഈ പാർട്ട്ണർഷിപ്പൊക്കെ പിടിച്ച് നമ്മൾ ഓരോ പരിപാടികൾ തുടങ്ങുമ്പോൾ സൂക്ഷിക്കണം. അത് ശരിയായിട്ടുള്ളൊരു, എനിക്ക് സത്യം പറഞ്ഞ പാർട്ട്ണർഷിപ്പ് പരിപാടിയൊന്നും വലിയ താല്പര്യമുള്ള ഒരു കാര്യമല്ല പ്രത്യേകിച്ച്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കും എന്തെങ്കിലും അറിയാമെങ്കിലും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ ഇടണം. ബൈ.